ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിനെക്കുറിച്ച് പഠിക്കാം. കേരള ജിയോഗ്രഫി. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തര അക്ഷാംശം 8°18' 12°48' അതുപോലെ പൂർവ്വരേഖാംശം 74°52' 77°24' ഇടയിലാണ്. കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തരാക്ഷാംശം 8°ക്കും 12°ക്കും പൂർവ്വരേഖാംശം 74°ക്കും 77°ക്കും ഇടയിലാണെന്ന് പറയാം, മിനിറ്റ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളത്തിൻ്റെ വിസ്തൃതി. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുമായും കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും തമിഴ്നാടുമായും വടക്ക് ഭാഗത്ത് കർണാടകമായും കേരളം അതിർത്തി പങ്കിടുന്നു. ഇനി കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ നമുക്ക് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 3 തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മലനാട് അഥവാ ഹൈലാൻഡ്സ്, രണ്ടാമത്തേത് ഇടനാട് അഥവാ മിഡിൽ ലാൻഡ്സ്, മൂന്നാമത്തേത് തീരസമതലം അഥവാ ലോ ലാൻഡ്സ്. അതായത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്ന പ്രകാരം 3ആയിട്ട്. മലനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ആകെ 48%, ഇടനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ആകെ 40%, 40 മുതൽ 42 വരെ. തീരസമതലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ 10% വരുന്നുണ്ട്. മലനാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണിത്. അതുപോലെ കേരളത്തിൻ്റെ ഭൂരിഭാഗം വനങ്ങളും ഈ കേരളത്തിൻ്റെ മലനാടിൽ വരുന്നു, മലനാട് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ വരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രദേശവും മലനാട് തന്നെയാണ്. നമ്മൾ പറഞ്ഞു 48%. ഉയരം വെച്ച് നോക്കുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററാണ്. അതായത് ഏകദേശം 1 കിലോമീറ്ററോളം ഉയരം സമുദ്രനിരപ്പിൽ നിന്ന്. അപ്പോൾ ഇത്രയും ഉയരം ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ജനവാസം ഏറ്റവും കുറഞ്ഞ മേഖലയും നമ്മുടെ ഈ മലനാട് തന്നെയാണ്. ഓക്കെ, ശരാശരി താപനില അത്രയും ഉയരമുള്ളത് കൊണ്ട് തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 900 മീറ്റർ ഉയരമുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കുറവ് താപനില അനുഭവപ്പെടുന്നതും മലനാടുകളിലാണ്. ഓക്കെ, കൂടുതലായും പർവ്വതങ്ങളും കൊടുമുടികളും ഉള്ളതിനാൽ നമ്മുടെ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്നത് തേയില, കാപ്പി, റബ്ബർ, കുരുമുളക്, ഏലം മുതലായവയാണ്. ഓക്കെ, മലനാടിൻ്റെ ഭാഗമായിട്ട് വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. സംഘകാലഘട്ടങ്ങളിൽ നമ്മുടെ മലനാടിനെ കുറിഞ്ചി, മുല്ല എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. കുറിഞ്ചി എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ വേട്ടുവർ എന്നും മുല്ല എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ഇടയർ എന്നും അറിയപ്പെട്ടു. മലനാടിനും തീര സമതലത്തിനും ഇടയിലുള്ള ഭൂമിപ്രദേശമാണ് ഇടനാട്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 40 മുതൽ 42% വരെയാണ് ഉള്ള ഭാഗമാണ് ഇടനാട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി നെല്ലാണ്. നെല്ല് മാത്രം, നെല്ലിനോടൊപ്പം കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, മരച്ചീനി, വാഴ എന്നിവയും റബ്ബറും ഈ ഇടനാട് ഭാഗങ്ങളിൽ കൃഷി ചെയ്തു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീ തീരങ്ങളുമൊക്കെ ചേർന്നതാണ് ഈ ഭൂപ്രദേശം. പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്, എക്കൽ മണ്ണ്. ഏറ്റവും കൂടുതൽ വിള വൈവിധ്യമുള്ള ഭൂവിഭാഗവും ഇതാണ്. സംഘകാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തെ മരുതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ നിവാസികളെ ഉഴവർ എന്നും വിളിക്കപ്പെട്ടിരുന്നു. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 3ാമത്തെ ഭാഗമാണ് തീരസമതലം അഥവാ ലോ ലാൻഡ്സ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് തീരസമതലങ്ങൾ. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് തീരസമതലങ്ങളിലാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ ഏകദേശം 10% മണൽ നിറഞ്ഞ ഈ പ്രദേശം അഥവാ തീരസമതലം. ഇവിടുത്തെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് നെല്ല്, തെങ്ങ് എന്നിവയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം. സംഘകാലഘട്ടങ്ങളിൽ ഈ പ്രദേശങ്ങൾ നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നു. ഇവിടെ അധിവസിച്ചിരുന്നവർ പരവർ, മീനവർ എന്നിങ്ങനെയും അറിയപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 മുതൽ 590 വരെയാണ്. ചില പുസ്തകങ്ങളിൽ 580 എന്നും ചില പുസ്തകങ്ങളിൽ 590 എന്നും രേഖപ്പെടുത്തി കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ള ജില്ല കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലവുമാണ്. കടൽ തീരം ഉള്ള ജില്ലകളുടെ എണ്ണം 9ഉം കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5ഉം. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല. സമുദ്രതീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ഏകദേശം 575 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് വീതി ഏകദേശം 60 കിലോമീറ്ററുമാണ്.
കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടുമാണ്.